അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു തെരുവിലേക്ക് ഇറങ്ങുന്ന കണ്ടു, ഫ്ലക്സുകൾ വലിച്ചു കീറുന്നവരെ കണ്ടു, പ്രകടനങ്ങൾ കണ്ടു. അങ്ങനെ ആ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ചർച്ചകൾക്കും ചരടുവലികൾക്കും ഒടുവിൽ ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നു എന്നാണ് ഡൽഹി സൂചന. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിർണായക കൂടിക്കാഴ്ചയ്ക്കായി നേതാക്കളെത്തി. പിന്മാറില്ല എന്ന നിലപാടിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഉറച്ചു നിൽക്കുമ്പോൾ ആർക്ക് നറുക്ക് വീഴുമെന്ന ആകാംക്ഷയുടെ പാരമ്യത്തിലാണ് രാഷ്ട്രീയ കേരളം. ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. AICC പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഞങ്ങൾ ഖാർഗെജിയുടെ വസതിയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ചർച്ചകളുണ്ടാകും. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ AICCയിൽ നിന്ന് തന്നെ പ്രഖ്യാപിക്കും. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്നും വിനിത വിജയുണ്ട്. കേരള ഹൗസിൽ നിന്നും ബൽറാം നെടുങ്ങാടി, തിരുവനന്തപുരത്ത് നിന്നും ഷെഫീദ് റാവുത്തർ, അലക്സാ മുഹമ്മദ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. ആദ്യം വിനിതയിലേക്ക് തന്നെ പോകുന്നു. വിനിത, രാഹുൽ ഗാന്ധി ആ ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ടോ? നേതാക്കളൊക്കെ എത്തിയോ? യോഗം തുടങ്ങിയോ? എപ്പോൾ ഒരു തീരുമാനം പ്രതീക്ഷിക്കണം വിനിത? ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുൻപിലാണ്. അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം വന്ന എസ്കോട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് എത്തി. അല്പസമയം മുൻപാണ് യോഗത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം അകത്തേക്ക് കയറിയത്. ഒപ്പം തന്നെ ഈ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ടുള്ള 3 നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും അവസാന നിമിഷവും ഇഞ്ചോടിഞ്ചെന്ന നിലയിൽ തന്നെയാണ് 3 നേതാക്കളും ഉള്ളത്. അവരുടെ ഈ മറ്റ് സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല. ഒപ്പം തന്നെ അവരുടെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എത്തിക്കേണ്ടതായിട്ട് തന്നെയാണ് ഹൈക്കമാൻഡിനുള്ളതെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്രയും വലിയ ഒരു വിജയത്തിലേക്ക് എത്തുമ്പോഴും മറുവശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ഫ്ലക്സ് യുദ്ധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് അടക്കം കടന്നു പോകുന്നത് അത് ഈ വിജയത്തിന്റെ തന്നെ ശോഭ കെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് അടക്കം എത്തിക്കണമെന്നൊരു വിവരം തന്നെയാണ് നിരീക്ഷകരടക്കം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരിക്കുന്നത്. നിരീക്ഷകരും യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. ദീപാദാസ് മുൻഷി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എത്തിയിട്ടുണ്ട്. എല്ലാ വശങ്ങളും ഒരു കൃത്യമായി പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും തീരുമാനമെടുക്കുക. ഇതിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനം ഏറ്റവും അവസാന നിലയിൽ ഏത് ഘടകമായിരിക്കും മാനദണ്ഡമാക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ തന്നെയാണ് കൗതുകമാകുന്നത്. അത് തന്നെയാണ് ആകാംക്ഷ ഉണ്ടാക്കുന്നതും. അതും ഈ 3 നേതാക്കളെയും സംബന്ധിച്ചിടത്തോളം 3 നേതാക്കളും സമുന്നതരായ നേതാക്കളാണെന്നതിൽ തർക്കമില്ല. KC സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന നേതാവാണ്. ഒപ്പം തന്നെ ഹൈക്കമാൻഡുമായി ഏറ്റവും അടുപ്പമുള്ളയാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ നിലയിലേക്ക് വരട്ടെ എന്നാണ് KC പക്ഷം പറയുന്നത്. ഒപ്പം തന്നെ MLA-മാരുടെ വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അത് തന്നെയാണ് KC പക്ഷത്തെ വലിയ ആത്മവിശ്വാസത്തിലേക്ക് അടക്കം എത്തിക്കുന്നത്. പക്ഷേ ഘടകകക്ഷികൾ ലീഗിന്റെ അടക്കമുള്ള ഒരു പിന്തുണ VD സതീഷിനാണുള്ളത്. ഒപ്പം തന്നെ പട നയിച്ച അദ്ദേഹം തന്നെ കേരളം നയിക്കട്ടെ എന്നാണ് കേരളത്തിലെ മൊത്തത്തിലുള്ള പ്രവർത്തകരുടെ അടക്കമുള്ള ഒരു പൊതുവികാരം. ഇതടക്കം പരിഗണിക്കണമെന്ന് പറയുമ്പോഴും VDക്കൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഘടകകക്ഷികളടക്കം പറയുന്നത്. ഇത് അനുകൂലമാകുമെന്ന് തന്നെയാണ് VD ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. പക്ഷേ ഇത് രണ്ടുമല്ല, സീനിയോറിറ്റിക്കാണ് പ്രാധാന്യമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഒരുപക്ഷെ അത് പരിഗണിക്കുകയാണ് എങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ നറുക്ക് വീഴാനും സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് രമേശ് ചെന്നിത്തലയുമൊക്കെ അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത് ഇപ്പോൾ VDയെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ KC സംബന്ധിച്ചിടത്തോളം ഒക്കെ നോക്കുമ്പോൾ രമേശ് ചെന്നിത്തല തന്നെയാണ് മുതിർന്ന നേതാവ്. അദ്ദേഹം 28-ാം വയസ്സിലൊക്കെ മന്ത്രിയായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം. എന്തായാലും ഇവർക്ക് 3 പേർക്കും ആ യോഗ്യതയ്ക്ക് എന്തെങ്കിലും കുറവൊന്നും ഇല്ല. 3 പേരും പരമയോഗ്യതാണ്. യോഗ്യത കുറച്ച് കൂടിയിട്ടുണ്ടോ എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. ബൽറാം കൂടി ചേർന്നു. ബൽറാം, അതാണ് പ്രശ്നം. 3 പേർക്കും പോസിറ്റീവ്സ് ഉണ്ട്. 3 പേർക്കും അവരുടേതായ വേണമെന്ന് പറയാമെങ്കിൽ ഉള്ള നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ അതിനിടയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഹൈക്കമാൻഡിന് മുന്നിൽ തലവേദന ഈ കഴിഞ്ഞ മണിക്കൂറിൽ അത്രയും നിൽക്കുന്നത്. ആ തലവേദന നീണ്ടുപോകുന്നത്, തീരുമാനം നീണ്ടുപോകുന്നത്, തെരുവിൽ അത് അലക്കുകയും അത് ഈ പറയുന്ന വിജയത്തിന്റെ സകലമാന പകിട്ടും കെടുത്തിക്കളയുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ പോയ മണിക്കൂറിൽ കണ്ടതുമാണ്. എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. ഇന്നത് പ്രതീക്ഷിക്കണം ബൽറാം. ഹാഷ്മി, ഇന്ന് ആ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കേരള ഹൗസിൽ നിന്നും അല്പസമയം മുമ്പ് ഇറങ്ങുന്ന ഘട്ടത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇന്ന് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പ്രകടിപ്പിച്ചത്. കാരണം ഈ കേരളത്തിൽ വലിയ വിജയം തന്നെ നേടി അതിൻ്റെ മതിപ്പ് കെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നു. കാരണം പരസ്പരം ചെളിവാരി എറിയലും ആരോപണങ്ങളുമായി അണികൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതിനോടൊപ്പം തന്നെ ഒരു തീരുമാനമെടുക്കാനാകാതെ
നേതൃത്വം ചർച്ചകൾ തുടരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും അണികൾക്കിടയിൽ സജീവമാണ്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ന് തന്നെ തീരുമാനത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ ഞായറാഴ്ച നാളെയോടെ തീരുമാനം എന്നുള്ളതായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടക്കുന്ന ചർച്ചകളിൽ 4 നേതാക്കൾ, അതിൽ കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരിക്കുന്ന 3 പേരുകൾ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ പേരുകൾക്കൊപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം തന്നെ നിലപാട് നേരത്തെ അറിഞ്ഞിരുന്നതാണ് നേതൃത്വം എങ്കിൽ പോലും ഇവർ തമ്മിൽ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും ഈ ഘട്ടത്തിൽ ആദ്യമായി ഉണ്ടാകുക. അത്തരം ഒരു സമവായത്തിൽ എത്തിയില്ലെങ്കിലായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ ഒരു സമവായത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. കൃത്യമായ ബൽറാം 3 നേതാക്കളും അവരവരുടെ ക്ലെയിമുകൾ ഉറച്ചു നിൽക്കുകയാണ്. ആരും പിന്നോട്ട് പോകാൻ തയ്യാറാവുന്നില്ല. കാര്യം അവർക്ക് അവരുടേതായ ന്യായം പിന്നോട്ട് പോകാതിരിക്കാനുണ്ട്. KCക്ക് അതുണ്ട്, RCക്ക് അതുണ്ട്, VDക്ക് അതുണ്ട്. ഇത്തവണ അല്ലെങ്കിൽ പിന്നൊരിക്കലുമില്ല എന്ന് പറയാനുള്ള ക്ലെയിം 3 പേർക്കുണ്ട്. അപ്പോൾ 3 പേർക്ക് പിന്നോട്ട് പോകാൻ ആലോചിക്കാൻ കഴിയില്ല. അപ്പോൾ സമവായം എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ 3 നേതാക്കളോട് ചേർന്ന് എന്നാൽ ഇന്ന ആളാവട്ടെ ഞങ്ങൾ 2 പിന്മാറിയേക്കാം എന്നത് പ്രതീക്ഷിക്കണോ ബൽറാം? ഹാഷ്മി, നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു നീക്കം അല്ലെങ്കിൽ 2 നേതാക്കൾ ഒരാളെ മുന്നോട്ട് വെച്ച് പിന്മാറുക എന്നുള്ള ഒരു നീക്കം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദേശീയ തലത്തിലെ നേതാവാണ്. ഒപ്പം കൂടുതൽ MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉറച്ച ക്ലെയിം എന്നുള്ളത്. എന്നാൽ VD സതീശൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളുടെ മുഴുവൻ പിന്തുണ അദ്ദേഹത്തിന് അനുകൂലമാണ് എന്നുള്ളതാണ്. കൂടാതെ അണികളുടെ പിന്തുണയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മുറവിളികൾ പല ഘട്ടങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ. അതേസമയം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കൂട്ടത്തിലെ ഏറ്റവും സീനിയറാണ്. അദ്ദേഹം മന്ത്രിയാകുന്ന ഘട്ടത്തിൽ 28-ാം വയസ്സിൽ മന്ത്രിയാകുമ്പോൾ മറ്റ് 2 നേതാക്കളും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിരുന്നു. അത്രത്തോളം അനുഭവ പരിചയം അദ്ദേഹത്തിന് ഉണ്ട്. കൂടാതെ ഹൈക്കമാൻഡുമായി മികച്ച ബന്ധമുണ്ട്. മറ്റ് ഘടകകക്ഷികൾ അദ്ദേഹത്തെ എതിർക്കുന്നില്ല. ഇതോടൊപ്പം തന്നെ മറ്റ് ജാതിമത സംഘടനകളുടെ എല്ലാം തന്നെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു ഘടകമാണ്. ഇതിനോടൊപ്പം തന്നെ ഈ തർക്കം നീളുകയാണെങ്കിൽ അത് സോണിയാഗാന്ധി അന്തിമ തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗം എത്തും. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ട സാഹചര്യം, KCയുടെ പേരുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതെല്ലാം തന്നെ അതിനോട് അനുകൂലമായി എത്രത്തോളം അനുകൂലമായി സോണിയാഗാന്ധി തീരുമാനമെടുക്കും എന്നുള്ളത് സംശയകരമാണ്. അങ്ങനെയെങ്കിൽ ഒരു സമവായ പേരായി രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഈ ഒരു ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. അത് തന്നെയാണ് രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിൽ അധികം ക്ലെയിമുമായി രംഗത്ത് വരാത്തതിന് കാരണം, അല്ലെങ്കിൽ RCക്ക് വേണ്ടി പ്രകടനമോ അങ്ങനെ ഒരുപക്ഷെ KCക്ക് വേണ്ടിയും VDക്ക് വേണ്ടിയും ഉണ്ടാകുന്ന വലിയ മുറവിളി പോലെ RCക്ക് വേണ്ടി ഉണ്ടാവാത്തതിന് കാരണം ഈ 2 പേർ തമ്മിലുള്ള തർക്കത്തിൽ മൂന്നാമതൊരു സമവായ സ്ഥാനാർത്ഥി എന്ന മട്ടിൽ RC വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു പരസ്യ പ്രതികരണം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അങ്ങനെ പരസ്യ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവുന്നത് അത് രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടിയാവും. അതുകൊണ്ടാവണം ഒരു സംയമനം. ഈ പോയ ദിവസങ്ങളിൽ 2 പേർക്ക് വേണ്ടി മുറവിളി ഉണ്ടാകുമ്പോൾ RCക്ക് വേണ്ടി അങ്ങനെ ഒരു മുറവിളി നമ്മൾ കേട്ടില്ല. അപ്പോൾ സംയമനം അതാവണം. ഇനി അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യം നമുക്കല്ല. എന്തായാലും ഡിസിഷൻ പെൻഡിംഗ് ആണ്. അവിടെ ഒരു നിർണായക ചർച്ച മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിൽ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ ഉണ്ട്. അവർ ഒരു മേശയ്ക്ക് ഇരുപുറം ഇരുന്ന് ആലോചിക്കുകയാണ്. അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവണം എന്ന കാര്യം ആലോചിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.